ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഫെബ്രുവരി 28 ബുധനാഴ്ച ദിവസം ചതുർത്ഥി തിഥിയാണ്. അന്നത്തെ ദിവസം നമ്മൾ ഭഗവാൻ വിഘ്നേശ്വരനെ ആരാധിക്കുന്ന രൂപമെന്ന് പറയുന്നത് ദ്വിജപ്രിയ രൂപമാണ്. അതുകൊണ്ട് തന്നെ ആ ചതുർത്ഥിയെ ദ്വിജപ്രിയ ബുദ്ധിമുട്ടി ചതുർത്ഥി എന്നാണ് പറയുന്നത്. വ്രതാനുഷ്ഠാനത്തോടുകൂടി നമുക്ക് ഭഗവാനെ പ്രാർത്ഥിക്കാം. അതായത് നമ്മൾ പഴങ്ങൾ, ഭൂമിക്കടിയിൽ വളരുന്ന കിഴങ്ങുകൾ, അല്ലെങ്കിൽ ചൗവരി ഉപയോഗിച്ചുണ്ടാക്കുന്ന കിച്ചടികൾ, അല്ലെങ്കിൽ പായസങ്ങൾ, ഉരുളൻകിഴങ്ങ്, നിലക്കടല, ഇവയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഈ രീതിയിൽ വ്രതമെടുക്കാം. അതായത് പഴങ്ങൾ കഴിച്ചുകൊണ്ടും ഭൂമിക്കടിയിൽ വളരുന്ന കിഴങ്ങുകൾ കൊണ്ട്, അതായത് കപ്പ, കാച്ചിൽ, ചേന ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ട് എന്തെങ്കിലും കൂട്ടാനുണ്ടാക്കിയോ അതല്ലെങ്കിൽ അത് പുഴുങ്ങിയോ ഒക്കെ കഴിച്ചുകൊണ്ട്, ചൗവരി കൊണ്ടുണ്ടാക്കുന്ന എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കഴിച്ചുകൊണ്ട്, ഉരുളൻകിഴങ്ങ് നമുക്ക് കഴിക്കാം, നിലക്കടല കഴിക്കാം. ഇത്രയും സാധനങ്ങളാണ് ഈ വ്രതമെടുക്കുന്ന ആളുകൾക്ക് കഴിക്കാനായിട്ട് പറയുന്ന ആഹാരങ്ങൾ. അതല്ലെങ്കിൽ ശുദ്ധാഹാരത്തിലിരുന്നു കൊണ്ട് ഭഗവാനെ നമുക്ക് പ്രാർത്ഥിക്കാം. 3 നേരമാണ് ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടത്. അതായത് രാവിലെ പ്രാർത്ഥിക്കാം, ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കാം, വൈകുന്നേരം പ്രാർത്ഥിക്കാം. അതിൽ ഉച്ചയ്ക്കുള്ള പ്രാർത്ഥനയ്ക്ക് വളരെ വളരെ പ്രാധാന്യം പറയുന്നുണ്ട് ചതുർത്ഥി തിഥിയിൽ. ഇനി ദ്വിജപ്രിയ രൂപം അതെന്താണ്? ദ്വിജപ്രിയ രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തവണ ജനനമുള്ള രൂപമെന്നാണ് അർത്ഥം. സാധാരണ ബ്രാഹ്മണർക്ക് അങ്ങനെ പറയാറുണ്ട്. കാരണം ജനിക്കുമ്പോൾ ഒരു ജനനവും പിന്നീട് പൂണൂൽ ധരിച്ചതിന് ശേഷം മറ്റൊരു ജനനവും എന്ന് പറയാറുണ്ട്. അതേപോലെയാണ് ഇവിടെ ഭഗവാന്റെ കാര്യവും പറയുന്നത്. ഭഗവാന്റെ രൂപമെന്ന് പറയുന്നത് വെളുത്ത നിറവും 4 കൈകളും 4 തലയുമുള്ള രൂപമാണ്. രുദ്രാക്ഷമണികൾ കൊണ്ടുള്ള ഒരു ജപമാല ഒരു കയ്യിൽ പിടിച്ചിട്ടുണ്ട്, മറ്റൊരു കയ്യിൽ കമണ്ഡലമാണ്, 3-ാമത്തെ കയ്യിൽ ദണ്ഡാണ്, അതായത് ഒരു ദണ്ഡ്, ഒരു വടി പിടിച്ചിട്ടുണ്ട്, 4-ാമത്തെ കയ്യിൽ ഒരു താളിയോല ഗ്രന്ഥമാണ്. അപ്പോൾ രുദ്രാക്ഷം കൊണ്ടുള്ള ഒരു ജപമാല, ഒരു കമണ്ഡലം, ഒരു ദണ്ഡ്, ഒരു താളിയോല ഗ്രന്ഥം. കമണ്ഡലം അറിയാമല്ലോ, സന്യാസിമാരൊക്കെ ജലം ഒക്കെ എടുക്കുന്ന ആ ഒരു പാത്രം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ 4 കൈകൾ പിടിച്ചുകൊണ്ട് 4 തലകളോടുകൂടി 4 കൈകളോടുകൂടി വെളുത്ത നിറത്തോടു കൂടിയിരിക്കുന്ന ഗണപതിയുടെ രൂപമാണ് ദ്വിജപ്രിയ രൂപം. ഈ രൂപത്തിൽ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ഫലത്തെ പ്രദാനം ചെയ്യും എന്നാണ് പറയുന്നത്. ഇനി ദ്വിജപ്രിയ ഗണപതിയെ പ്രാർത്ഥിക്കുന്ന ഈ ദിവസത്തിന് ഒരു കഥയുണ്ട്. ആ കഥ ഞാൻ പറഞ്ഞു തരാം. അതായത് സത്യയുഗത്തിൽ യുവനാശൻ എന്ന് പറയുന്ന ഒരു രാജാവ് ഭരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ എല്ലാ ഗ്രന്ഥങ്ങളിലും അറിവുള്ള ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. ആ ബ്രാഹ്മണൻ്റെ പേര് ബ്രഹ്മശർമ്മ എന്നായിരുന്നു. ബ്രഹ്മശർമ്മയ്ക്ക് 7 ആൺമക്കളും അതുകൊണ്ട് തന്നെ 7 മരുമക്കളും ഉണ്ടായിരുന്നു. കാലക്രമേണ ബ്രഹ്മശർമ്മയ്ക്ക് പ്രായമാവുകയും അദ്ദേഹത്തിൻ്റെ അവസ്ഥ വളരെയധികം മോശമാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ 6 മരുമക്കളിൽ ഓരോരുത്തരും അദ്ദേഹത്തെ എന്ത് ചെയ്തു? തള്ളിക്കളഞ്ഞു. എന്നാൽ 7-ാമത്തെ മരുമകൾ, അതായത് ഏറ്റവും ഇളയ മരുമകൾ, തൻ്റെ അമ്മായി അച്ഛനെ പൂർണ്ണ ഭക്തിയോടുകൂടി സേവിക്കാനായിട്ട് തുടങ്ങി. ബ്രഹ്മശർമ്മയ്ക്ക് വലിയ സന്തോഷമാവുകയും അദ്ദേഹം വലിയ അറിവുള്ള ആളായതിനാൽ അദ്ദേഹം തൻ്റെ മരുമകളോട് സങ്കട ചതുർത്ഥി വ്രതത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഈ വ്രതം അനുഷ്ഠിക്കാനായിട്ട് പറഞ്ഞു. തൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ്റെ കൽപ്പന പ്രകാരം ഇളയ മരുമകൾ ദ്വിജപ്രിയ ബുദ്ധിമുട്ടി ചതുർത്ഥി പൂർണ്ണ ഭക്തിയോടുകൂടി ആചരിക്കുകയും ഈ വ്രതത്തിൻ്റെ ഫലമായി സന്തോഷത്തോടെ സമാധാനത്തോടുകൂടി ജീവിതം ഉണ്ടാവുകയും അവസാനം മോക്ഷം പ്രാപിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. എല്ലാ ഭൗതിക സുഖങ്ങളും അതിനാൽ ഗണപതിയോട് പ്രത്യേക അനുഗ്രഹം ലഭിക്കാനായിട്ട് ദ്വിജപ്രിയ ബുദ്ധിമുട്ടി ചതുർത്ഥി ആചരിക്കുന്നത് വളരെ നല്ലതാണ്. അതായത് എല്ലാ ഭൗതിക സുഖങ്ങളും നമുക്ക് ലഭിക്കുന്നതിനും അങ്ങനെ അത് ലഭിക്കുന്നതിനായിട്ട് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറി സന്തോഷകരമായൊരു ജീവിതം, അതായത് എല്ലാ സുഖങ്ങളും എല്ലാ ഐശ്വര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടത് എന്തൊക്കെയാണോ അതെല്ലാം കിട്ടുന്നതിനായിട്ട് ഈ ഭഗവാന്റെ ദ്വിജപ്രിയ രൂപത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവസം വ്രതം അനുഷ്ഠിക്കുന്നത്
വളരെ വളരെ ഉത്തമമാണെന്നാണ് പറയുന്നത്. ഇനി പ്രാർത്ഥനാ രീതികളെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമുക്ക് എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് കത്തിച്ച് ഭഗവാന്റെ രൂപം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഭഗവാനെ പ്രാർത്ഥിക്കുക. നമുക്കറിയാവുന്ന ഭഗവാന്റെ നാമങ്ങളെല്ലാം ഉച്ചരിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുക. വ്രതം തടസ്സം കൂടാതെ, അല്ലെങ്കിൽ ഈ ദിവസം നമുക്ക് ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിന് തടസ്സങ്ങളൊന്നും വരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുക. ഭഗവാന് നൈവേദ്യം വെക്കുക. ഗണപതി പൂജയ്ക്ക് വളരെ പ്രധാനമാണ് നൈവേദ്യം വെക്കുക എന്നുള്ളത്. എന്തെങ്കിലും നൈവേദ്യം നമ്മൾ വെക്കുക. പഴങ്ങൾ ഭഗവാന് വലിയ ഇഷ്ടമാണ്. ഇനി നമ്മുടെ വീട്ടിൽ തേങ്ങ ഇല്ലാത്ത മലയാളികൾ കാണില്ല. ഇനി പഴങ്ങളില്ലെങ്കിൽ ഒരു മുറി തേങ്ങയെങ്കിലും ഭഗവാന് നൈവേദ്യമായിട്ട് വെക്കുക. മറ്റെന്തെങ്കിലും പലഹാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുമൊക്കെ നമുക്ക് ഭഗവാന് നൈവേദ്യമായിട്ട് വെക്കാം. എത്രത്തോളം നൈവേദ്യം വെക്കാമോ അത്രത്തോളം നൈവേദ്യം വെക്കാം. ക്ഷേത്ര ദർശനം നടത്താം, അതൊക്കെ ചെയ്യാം. ഉച്ചയ്ക്ക് ഭഗവാനെ നൈവേദ്യം വീട്ടിലിരിക്കുന്ന ആളുകളാണെങ്കിൽ ഭഗവാന് വേണ്ടി എന്തെങ്കിലും പ്രത്യേകമായി ഉണ്ടാക്കി ഉച്ചയ്ക്കും വിളക്ക് കത്തിച്ച് നമുക്ക് ഭഗവാന് കൊടുക്കാം. എന്തെങ്കിലും ഒരു ആഹാരം ഭഗവാന് കൊടുക്കാം. സദ്യ ഒരുക്കി കൊടുക്കാം, പായസം ഉണ്ടാക്കി കൊടുക്കാം. അതല്ല ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഉച്ചയ്ക്ക് നിങ്ങൾ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുക. വൈകുന്നേരം വീണ്ടും കുളിച്ച് പ്രാർത്ഥിക്കുക. ആ സമയത്ത് ചുവന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ഉത്തമമാണെന്ന് പറയുന്നു. അതല്ല ജോലിക്കൊക്കെ പോയിരിക്കുന്നവർക്ക് വൈകുന്നേരം ആ സമയത്ത് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ സന്ധ്യാസമയത്ത് അവരവരുടെ ജോലി സ്ഥലത്തിരുന്നെങ്കിലും ഭഗവാനെ പ്രാർത്ഥിക്കുക. ഈ 3 നേരം ഭഗവാനെ പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഉച്ചയ്ക്കുള്ള പ്രാർത്ഥന മുടക്കാതിരിക്കുക. അത് വളരെ വളരെ ഫലത്തെ പ്രദാനം ചെയ്യും. വീട്ടിലിരിക്കുന്ന ആളുകൾ ഭഗവാന്റെ പിറന്നാളാണ്, എന്തെങ്കിലുമൊക്കെ ഭഗവാൻ ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പൂർണ്ണമായ ശുദ്ധാഹാരത്തിലിരിക്കുന്നതിനായിട്ട് ശ്രമിക്കുക. വ്രതമൊന്നും എടുത്തില്ലെങ്കിൽ നോൺ വെജ് ഭക്ഷണങ്ങളൊന്നും കഴിക്കാതെ ശുദ്ധാഹാരത്തിലിരുന്ന് ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഭഗവാന് വളരെ ഇഷ്ടപ്പെട്ട ദിവസമാണെന്ന് കരുതി ഭഗവാൻ ഇഷ്ടമുള്ള എന്തെങ്കിലും ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നെങ്കിൽ അതൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഭഗവാന്റെ ഈ രൂപം മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കുക. ഗണപതി ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ വളരെ ഉത്തമമാണ്. ഇനി എല്ലാ ക്ഷേത്രങ്ങളിലും ഗണപതിക്ക് പ്രത്യേകമായൊരു സ്ഥാനമുണ്ടാകും. അവിടെ ആ ഭഗവാനെ അങ്ങനെയെങ്കിലും ഭഗവാനെ എന്ന് തൊഴുകയും ഭഗവാൻ എന്തെങ്കിലുമൊക്കെ ഒരു പൂജകൾ നടത്തുകയും അല്ലെങ്കിൽ ഒരു കർഗമാലയെങ്കിലും ഭഗവാന് മേടിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് വളരെ വളരെ ഫലത്തെ പ്രദാനം ചെയ്യും. ഓം ദ്വിജപ്രിയായ നമ എന്ന് 108 തവണ ജപിക്കുന്നത് വളരെ വളരെ ഉത്തമമാണ്. പകൽ സമയങ്ങളിലെല്ലാം അങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുന്നതും ഭഗവാന്റെ ആ രൂപത്തെ മനസ്സിൽ കണ്ടു പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഫലത്തെ പ്രദാനം ചെയ്യും. നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, പല കാര്യങ്ങൾക്കും തടസ്സങ്ങളുണ്ടാകും. ജോലിക്കാര്യത്തിൽ തടസ്സങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ വിദ്യാകാര്യത്തിൽ തടസ്സങ്ങളുണ്ടാകാം, അസുഖങ്ങൾ മൂലം ബുദ്ധിമുട്ടൊന്നുണ്ടാകാം. ഒരു മനുഷ്യന് പല പല കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുകളുണ്ടാകാം. അപ്പോൾ ആ ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റി നമുക്ക് സ്വസ്ഥവും സമാധാനവും ഐശ്വര്യപൂർണ്ണമായൊരു ജീവിതം ഉണ്ടാകുന്നതിനും അവസാനം മോക്ഷപ്രാപ്തിക്കും ഏറ്റവും ഉത്തമമാണ് ഈ ദ്വിജപ്രിയ ബുദ്ധിമുട്ടി ചതുർത്ഥി നമ്മൾ ആചരിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. നാളത്തെ ദിവസം, പ്രത്യേകിച്ച് ബുധനാഴ്ച ദിവസവും ഈ ചതുർത്ഥി തിഥിയും കൂടെ വന്നതുകൊണ്ട് തന്നെ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണെന്ന് ഓർക്കുക. അതുകൊണ്ട് പ്രാർത്ഥനയിൽ ഭഗവാനെ ഉൾപ്പെടുത്തുക. ഇത്രയുമാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യുകയും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. ധ്രുവചരിതമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഡിയോയാണ്. എല്ലാ ഹിന്ദുമത വിശ്വാസികളും കാണേണ്ടുന്ന ഒരു വീഡിയോയാണ്. കാരണം ധ്രുവ നക്ഷത്രത്തെ പറ്റിയാണ്. ധ്രുവൻ എന്ന് പറയുന്ന ആ ഒരു അതീവ ഭക്തനായ, പരമഭക്തനായ, വിഷ്ണു ഭക്തനായ ആ ധ്രുവന് കിട്ടിയ ആ പരമമായ പദമാണ്. അപ്പോൾ ഭഗവാനെ ഭജിച്ചാൽ നമുക്ക് കിട്ടാവുന്ന എന്തൊക്കെ നമുക്ക് കിട്ടാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓരോ വിശ്വാസിയും തീർച്ചയായും ആ കഥ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ആ വീഡിയോ ഇട്ടിരിക്കുന്നത്. എല്ലാവരും ആ വീഡിയോ ഒന്ന് പോയി കാണുക. വളരെ വളരെ ഫലത്തെ പ്രദാനം ചെയ്യും നിങ്ങൾക്കെല്ലാവർക്കും. അതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഇനി വ്യാഴാഴ്ച ദിവസം ഗീതാ ക്ലാസ് ഉണ്ട്. ഗീതാ ക്ലാസ്സിൽ നിർബന്ധമായും എല്ലാവരും കയറുക. ഇനി അർജുനൻ്റെ വിഷമങ്ങൾ ഭഗവാൻ അകറ്റുന്ന കാര്യങ്ങളാണ്, ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവം എല്ലാവരും കേൾക്കേണ്ടതാണ്. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ.
എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഭഗവാൻ തരട്ടെ. അപ്പോൾ ചതുർത്ഥി ദിവസം വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കുന്ന കാര്യം മറക്കാതിരിക്കുക. ഹരേ കൃഷ്ണ.